ഹലോ ഹായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ പുതിയൊരു വീഡിയോ എന്താണെന്ന് എല്ലാവർക്കും അറിയണ്ടേ, നമുക്ക് നോക്കാം. മോളെ എന്താ പരിപാടി പറയോ? ചെറിയൊരു വിശേഷമുണ്ട്. നമ്മൾ അതിനു വേണ്ടി മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മെഹന്തി മുഴുവൻ കഴിഞ്ഞ ശേഷം കാണിച്ചുതരാം. അപ്പൊ നിങ്ങൾക്ക് ആ സർപ്രൈസ് റിവീൽ ആകും എന്താണ് പരിപാടി, നമ്മൾ എന്തിനു വേണ്ടിയാണ് റെഡി ആകുന്നില്ല കേട്ടോ. അപ്പൊ മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്, ലതാ യാദവൻ അക്കന. അപ്പൊ അവര് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ രാത്രി ഏകദേശം ഇത്രയും നേരം ഇവിടെ നല്ല പെരുമഴയൊക്കെ ആയിരുന്നു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അവരെത്തിയിട്ടുണ്ട്. ഹേമക്കുട്ടൻ ഉറങ്ങുകയാണ്, അല്ലെങ്കിൽ അപ്പൊ അവനെ വീഡിയോ കാണായിരുന്നു. തിനുവേട്ടൻ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ വരുമ്പോ അവർക്ക് രണ്ടുപേർക്കും ഒരു സർപ്രൈസ് ആയിരിക്കും ഈ വീഡിയോ, അല്ലമ്മ? അതെ അതെ. അച്ഛനുണ്ട്, അച്ഛനെ വിളിക്കാം. അച്ഛനാകുമ്പോ വരുന്ന അച്ഛനിപ്പോ ഒരു ലക്ഷം ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞോട്ടാ. രണ്ടാമത്തെ പ്രാവശ്യം ചായ ഉണ്ടാക്കി പോയിക്കൊണ്ടിരിക്കുക. ചായ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ എന്താ പറയാ വ്ളോഗില്ലേ, അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. പുതിയ വ്ളോഗ് വരുന്നുണ്ട് ഗൈസ്, പെട്ടെന്ന് തന്നെ. അതെ, വേറൊരു വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കുറെ പേര് നമ്മുടെ വീഡിയോ കണ്ടോ പറഞ്ഞു ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കുമെന്ന്. എല്ലാ സ്ഥലവും ചുറ്റിക്കിറങ്ങാൻ നമുക്ക് പറ്റിയില്ല. ഇന്ന് മുഴുവൻ കിടപ്പായിരുന്നല്ലോ ഞാൻ രാവിലെ. അപ്പൊ അതുകൊണ്ട് പറ്റിയ സ്ഥലങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാം. അപ്പൊ നമുക്ക് ഇത് കാണാം എന്താ ചെയ്യുന്നതെന്ന് കേട്ടോ. അതെ, നമുക്ക് നോക്കാം അല്ലെ. പരിപാടി മൈലാഞ്ചി ചടങ്ങാണ്. മൈലാഞ്ചി ചടങ്ങ്. പിന്നെ അച്ഛൻ എങ്ങനെയുണ്ട് ഈ നാട്ടിൽ വന്നിട്ട്? ഇഷ്ടമായോ? ഓ, ഇഷ്ടമായി. അപ്പൊ മൈലാഞ്ചി ഇടൽ എവിടെ എത്തി നമുക്കൊന്ന് നോക്കാം. ജസ്റ്റ് ബിഗിൻ ചെയ്തു. 7 മണിക്ക് ഞാൻ വിളക്കരച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടി വന്നത്, മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി വന്നത്. എന്നോട് എന്തോ ഹിന്ദിയിൽ ചോദിച്ചുട്ടാ, അതെനിക്ക് ഒട്ടും മനസ്സിലായി. ഞാൻ പറഞ്ഞു ഇവിടെയുള്ള കുട്ടിന്റെ മമ്മിയാണ് ഞാനെന്ന്. അത് അത്രയും പറഞ്ഞോട്ടാ. അപ്പൊ ജി എന്ന് പറഞ്ഞൊരു ഭാഗം തിരിച്ചു പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ നോക്കിയായിരിക്കും ഇവരെന്താ ചെയ്യുന്നത് അല്ലേ. അതിന്റെ ഇടയിൽ ഞാൻ ചായ കുടിക്കുകയാണെന്ന്. അച്ഛന് ഇടയ്ക്കൊക്കെ ചായ വേണം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ നോക്കാം മോളുടെ കയ്യിൽ എന്താ വരയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് കാണുമ്പോ തന്നെ ഒരു നല്ല ഇടുന്നത് കാണുന്ന ഒരു ഇതാണല്ലേ, നല്ല റിലാക്സേഷൻ കിട്ടുന്ന ഒരു. ഇത് കാണുമ്പോ എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതെന്താണ് എന്തോളൂ അടുത്ത് നമ്മുടെ വരാൻ പോകുന്നത്. ഇനി ഐഡിയ കഴിയാനായോ മോളെ? ഒരു കയ്യില് ഏകദേശം ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി. ഇതാണ് അതിന്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്. കുഞ്ഞൂസ് പതുക്കെ ഉറക്കം എണീറ്റ് ഇതാ പോയി. ഏവക്കൂട്ട എന്താ ചെയ്തോണ്ടിരിക്കണേ? എന്താ ചെയ്യുന്നു മോനെ മമ്മിന്റെ കയ്യില്? ആരാ? ഉറക്കത്തിലൊന്നും മനസ്സിലാവുന്നില്ല. അച്ഛൻ പോയി വിളിച്ചു നിർത്തിയതാ. ഇതിലൊരു പിക്ചർ നമ്മുടെ ഹേവുന്റെയും കൂടി വരച്ചു തരാൻ പറയട്ടെ. ആഹാ, വേണം. മോനൊക്കെ വിളിച്ചു കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കി കൊടുത്തു. ഇവർക്ക് ഇങ്ങനെ പക്കവട അതൊന്നും ഇവർക്കിങ്ങനെ കഴിക്കലില്ലല്ലോ, ഉണ്ടാക്കാൻ മോൾക്കൊക്കെ ആവുന്നില്ലല്ലോ, ഭയങ്കര ക്ഷീണമൊക്കെ ആയിട്ട്. പിന്നെ ദിനമാനോട്ട് സമയമില്ല. അപ്പൊ അമ്മ എന്റെ അടുത്ത് വേണം പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി കൊടുത്തു. കുഞ്ഞു കുറച്ച് കഴിച്ചിട്ട് അച്ഛൻ പറഞ്ഞു മോനെ കഴിക്കണ്ടാന്ന്. കഴിച്ച് ഒറ്റ ഉറക്കം ഉറങ്ങി. ഇല്ല അതാണിപ്പോ ഒറ്റ ഉറക്കല്ലേ. ഇതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമില്ല. ഇത് എന്താകും അത് തന്നെ സംഭവിച്ചു. ഇത് ചെയ്ത് കഴിഞ്ഞ ശേഷം ലാസ്റ്റ് നോക്കിയപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലാകത്തോട്ടെ, അവർക്ക് എന്നെ മനസ്സിലായില്ല. എന്നിട്ട് അവസാനം നമ്മളത് ഒഴിവാക്കി തുടച്ച് വൃത്തിയാക്കി ഇനി വേറെ രീതിയിൽ ചെയ്യാൻ പോവാണ്. ഇതാണ് എന്റെ തുടക്കം മുതലുള്ള സംശയം. ഞാൻ ചോദിച്ചു ഇത് എന്തുപോലെ ഉണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന പോലെ ഉണ്ട്. എന്റെ കുട്ടിക്ക് ഒട്ടും മനസ്സിലായില്ല. അതാ എടുത്തതില്ലേ. അവളെന്നെ പറഞ്ഞു ഇത് എനിക്കെന്നെ മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവളെന്നെ അത് മാറ്റി. ഞാൻ ഹിന്ദിയിൽ കുറെ പ്രാവശ്യം പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് അവർക്ക് മനസ്സിലായില്ലല്ലോ എന്താ പറയണെന്ന്. കൊറേ കാലമായി ഇല്ലേ നോക്കിലിരിക്കാനുണ്ടെങ്കിലും ശരിക്കും ഒറിജിനൽ ഹിന്ദി ഒന്നും ആയിട്ടില്ല. അതെന്താന്നറിയോ സംഭവം? അതന്നെ എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതന്നെ പറഞ്ഞല്ല. ഞാൻ പഠിച്ചതൊക്കെ ഹിന്ദിയൊക്കെയാണ് പഠിച്ചതൊക്കെ. പഠിപ്പിച്ച കുട്ടികൾ അവിടുത്തെ പിന്നെ നോർത്ത് ഇന്ത്യൻ കിഡ്സ് തന്നെയായിരുന്നു ശ്രീശൈലത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീശൈലത്തിൽ ഫുള്ള് അവിടെ ഇംഗ്ലീഷ് അല്ലേ നമ്മള് സ്കൂളിലൊക്കെ സംസാരിക്കുക. പിന്നെന്താണ് ഹിന്ദി ആയിരുന്നു എന്റെ സെക്കൻഡ് ലാംഗ്വേജ് ഡിഗ്രി വരെ. പറഞ്ഞിട്ട് എന്താ കാര്യം? നമുക്ക് ജസ്റ്റ് വായിക്കാൻ അറിയാം, എഴുതാൻ അറിയാം, സംഭവങ്ങൾ കണ്ടാലൊക്കെ മനസ്സിലാവും. പക്ഷെ ആരും സംസാരിക്കുന്നില്ലല്ലോ. സംസാരിച്ചാൽ മാത്രമല്ലേ നമുക്ക് ഭാഷ കയ്യിലെത്തും.
ഇവിടെ സംസാരിക്കണൊക്കെ ഉണ്ട്. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ എല്ലാവരും ഇംഗ്ലീഷിലാണ് സംസാരിക്കുക. അപ്പൊ അവിടെ നമ്മൾ ഹിന്ദി യൂസ് ചെയ്യുന്നില്ല. നൈബേഴ്സിനോട് സംസാരിക്കാനുള്ള സാഹചര്യം അങ്ങനെ നമുക്ക് രാവിലെ പോയി വൈകുന്നേരം വരെ നമുക്ക് എങ്ങനെയാണ് എല്ലാം കിട്ടുക. പക്ഷെ ഇപ്പോഴാണ് പിന്നെ എന്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയി വരുന്നത്. ഇപ്പൊ ഞാൻ കുറെ കൂടി എല്ലാവരോടും ഇങ്ങനെ മിങ്കിൾ ചെയ്ത് അങ്ങനെ ആകുന്നുണ്ട്. ഇല്ലേ ഹേവ് കുട്ടാ? പിന്നെ ബാക്കി ഹിന്ദിയൊക്കെ ആര് പഠിപ്പിച്ചു തരും മമ്മിക്ക്? ഹേവ് പഠിപ്പിച്ചു തരും അല്ലേ? ഹേവിന് അറിയോ ഹിന്ദി? ഹേവ് ഹിന്ദി സംസാരിക്കില്ല? ഫ്രണ്ട്സിനോട് എന്ത് ഭാഷയിലാ സംസാരിക്ക? ഹിന്ദി. ഹേവിന് ഹിന്ദി അറിയാം. പിന്നെ എന്തറിയും? ഇംഗ്ലീഷ് അറിയാം. പിന്നെ എന്തറിയും? മലയാളോ? എന്തറിയും? മലയാളം അറിയും. പിന്നെ എന്തറിയും? അയ്യോ, തമിഴ് അറിയില്ല. തമിഴ് പഠിക്കണം ആഗ്രഹം ഉണ്ടോ? പഠിക്കണം ആഗ്രഹം. വലുതായി കഴിഞ്ഞാൽ എനിക്ക് തമിഴിൽ സംസാരിക്കാൻ പറ്റും അല്ലേ? തമിഴ് ആരാ എന്റെ കുട്ടിക്ക് പഠിപ്പിച്ചു തരല്? എന്ത് അച്ഛ പറയാ? തമിഴ് അവന് ഇഷ്ടമാണ് പഠിക്കാൻ എന്നാ പറയണത്. അമ്മയ്ക്ക് ഇവിടെ കുറെ ഫാൻസ് ഉണ്ട് എന്ന് പറയാ. ആണോ? നമ്മളന്ന് പ്രോഗ്രാമിനൊക്കെ പോയപ്പോ പറഞ്ഞു അമ്മയൊന്ന് കാണണം, അമ്മേനോട് അന്വേഷണം പറയണം എന്നൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ കുറെ പേരുണ്ട്, നമുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് മലയാളീസിന്റെ. ഓക്കെ. അപ്പൊ അങ്ങനെ പറഞ്ഞു. നോക്കുമ്പോ അമ്മേനെ അറിയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. നമുക്ക് ഈ മൈലാഞ്ചി ഓരോ സ്ഥലത്ത് ചൊറിയാൻ തോന്നുക. ഏതോ ഇങ്ങനെ ആയിട്ടല്ലേ എന്തിനു മാമേ? കാണണ്ട. രണ്ട് കുഞ്ഞിക്കാലി കിട്ടിയിട്ടുണ്ട്. പിന്നെ സാധാരണ നോർമൽ ഡിസൈൻ ആണ്. അടുത്ത എന്താണെന്നറിയോ? ഇവിടെ കണ്ടോ, ഇവിടെ മമ്മി മാത്രം വന്നപ്പോ ഇവിടെ മമ്മി മാത്രം വന്നപ്പോ ഞാൻ എന്ത് ചെയ്തത്? ഹെത്ത എനിക്ക് ഭയങ്കര വിഷമായി. അപ്പൊ ഞാന് ഡാഡിനെയും കൂടി വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഹേവുക്കുട്ടാ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആർക്ക്? ഞാൻ പറയുന്നൊന്നും അച്ഛക്ക് മനസ്സിലാവില്ല. അച്ഛന്റെ ഒപ്പം ചെസ് കളിക്കാൻ ഹേവുന് ഇഷ്ടമില്ല. എന്താ സംഭവിക്കണേ? അച്ഛൻ അവൻ പറയണത് പോലെ ചെയ്യണില്ല, എടുക്കണില്ല. എന്തെന്നാ? ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ. ഇനി ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കയ്യില് ഫൈനൽ ലുക്ക്. ഇത് ഒരു മമ്മിയും കുഞ്ഞും, ഒരു അമ്മയും കുഞ്ഞും, പിന്നെ മേലെ ഹസ്ബൻഡ് വൈഫ്. ഇതില് അമ്മ മാത്രം. ഹസ്ബൻഡ് വൈഫ്. വൈഫിനൊക്കെ ഉള്ള ഹസ്ബൻഡ് ഉള്ളില്ല കേട്ടോ. ടു ബി മോം ടു ബി പോയി കുറച്ച് കഴിഞ്ഞിട്ട് നാളെ ആയിരിക്കും. അത് എത്ര കൊല്ലം മുന്നറിയോ? ജനിക്കുന്ന മുന്നാ. ഒന്നില് ഡാഡ് ടു ബി, സെക്കൻഡ് മോം ടു ബി. ഇതില് ഗൗണ്, ഡ്രസ്, ബോയ് ഡ്രസ്, ഗേൾ ഡ്രസ്, ബേബി ബോയിന്റെ ബേബി ഗേൾ ഡ്രസ്. ബാക്ക് സൈഡ് ചെയ്യാൻ പോവാണ്. ബാക്ക് സൈഡിലെ ഡിസൈൻ കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. ഏതാണ്ട് ഒരു 4-5 മണിക്കൂറിന്റെ വർക്കിന് ശേഷം ഇങ്ങനെ കൈയും പൊക്കിയിട്ട് ആളിങ്ങനെ നിൽക്കാണ് കുറെ നേരം അല്ലേ? ഇനിയുണ്ട് ഏതാണ്ട് ഹാഫ്. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി ഹാൻഡിന്റെ. ഈ സൈഡ് കൂടി ചെയ്യണം. മറ്റേ ഹാൻഡിലും അത് പിന്നെ സിമ്പിൾ ഡിസൈൻ ആണ് കൊടുക്കണേ. ഇങ്ങനത്തെ ഡിസൈൻ വർക്കൊന്നും ചെയ്യുന്നില്ല നമ്മള്. ജസ്റ്റ് ഫ്ലവർ മെഹന്തി അത്രയാണ് ചെയ്യുന്നത്. അത് ബാക്കിലല്ലേ? ബാക്കില്. ശരിയായോ ഫേസ്? അയ്യോ എനിക്ക് വയ്യേ, കൊറേ നേരമായില്ലിരിക്കുന്നത്. ഞാൻ ഫേഷ്യലൊക്കെ സ്കിപ്പ് ചെയ്തു. എന്താന്നറിയോ, എത്ര നേരം ഇരിക്കും. ഇനിയിപ്പോ ഫേഷ്യൽ ചെയ്യാനൊന്നും സമയമില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഏകദേശം ബാക്ക് പെയിൻ ഒക്കെ വന്നു തുടങ്ങി. ഹേവ് ഇങ്ങനെ ആക്കി തന്നതാ. എനിക്ക് തല നല്ല ചൊറിഞ്ഞുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെയാണല്ലോ, വൈലാഞ്ചിന് മൊത്തം ചൊറിഞ്ഞു തുടങ്ങുമല്ലോ. അപ്പൊ ഹേവ് എന്റെ ഹെയർ ഒക്കെ പുറത്തേക്ക് ആക്കി തന്നു. അല്ലെ ഹേവ് കുട്ടാ? നീ കുത്തി മമ്മിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടല്ലോ ഡാഡി ഇല്ലാത്തപ്പോ കുഞ്ഞു. ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സീനാണ്. അമ്മ പാല് കുടിപ്പിച്ചു കൊടുക്കുന്നു മോളെ.
നാളത്തെ ഫംഗ്ഷൻ തുടങ്ങി. അതെ, വേറെ എന്തെങ്കിലും വേണോ? ഇനി ഒന്നും വേണ്ട. മെഡിസിൻ വല്ലതും കഴിക്കാനുണ്ടോ? ആ, എന്ത്? കാൽഷ്യം ടാബ്ലറ്റ് കഴിച്ചിട്ടില്ല. കഴിച്ചില്ല, ഓക്കെ. അത് പിന്നെ കിടക്കുമ്പോ കഴിക്കാം, ഇത് ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട്. അപ്പൊ നമ്മള് കല്യാണത്തിന് വരെ മെഹന്തി ഇടാതായിരുന്നു അല്ലെ? കല്യാണത്തിന് മെഹന്തി ഇട്ടിട്ടുണ്ടായിരുന്നോ? അത് ശരി, നല്ല ഓർമ്മയാണ് കേട്ടോ. എന്റെ ഭർത്താവിന്റെ കല്യാണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു മെഹന്തി ഉണ്ട്. പക്ഷെ ഇങ്ങനെ പ്രൊഫഷണൽസ് വെച്ചിട്ടല്ല. മെഹന്തി എവിടെ കിട്ടു? കല്യാണത്തിന് മെഹന്തി എവിടെ കിട്ടും? കയ്യില് ഫുൾ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. ആൽബം ഉണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഉണ്ട്. ആവശ്യം വായിച്ചിട്ട് ഇങ്ങനെ കുറെ ഇട്ട് തന്നു ഞാൻ അല്ലേ? അതുകൊണ്ട് ചെറിയ ടെൻഷൻ. അമ്മേനെ വായിച്ച് നേരെ മാറ്റി അമ്മേന്റെ ലുക്കൊക്കെ മാറി. ഞാൻ വന്നപ്പോ അമ്മയ്ക്ക് ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു, അമ്മേന്റെ ലുക്കൊക്കെ മാറി. അതിലിപ്പോ വേറെ എന്തോ ഒരു ലുക്കൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. അതെ, ഇപ്പോഴത്തെ ഡിസൈൻ എന്താണ് അതും വന്ന് എനിക്ക് തോന്നുന്നത് അതും മാറിപ്പോയി. നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ? സാധാരണ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ലാസ്റ്റ് മൊമെന്റ് ഒക്കെയാണ് ഓരോന്ന് ചെയ്യാൻ നിൽക്കരുത്. പക്ഷെ വേറെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ലാസ്റ്റ് മൊമെന്റ് തന്നെയല്ലേ ചെയ്യാറുള്ളത്. അങ്ങനെയല്ല, നമ്മൾ അവരോട് ചോദിക്കണം, നിങ്ങള് മുമ്പ് ചെയ്തത് കുറച്ച് ഞങ്ങൾക്ക് അയച്ചു തരണം, നിങ്ങളുടെ വർക്ക് കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് വേണം ഒരു കാര്യത്തിന് നിൽക്കാൻ. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഓക്കെ, നന്നായി. എന്നാലും അല്ലേ, കൊറേ പ്രാവശ്യം മായ്ച്ചാണ്. കുഴപ്പമൊന്നുമില്ല, ഏകദേശം വലിയ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ടതിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ട സംഭവം എന്താണെന്നറിയോ? ഞാൻ കാണിച്ചതാ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ ഫീമെയിൽ മെയില് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. കുഴപ്പമൊന്നുമില്ല, അങ്ങനെ തന്നെയാണ്. അതിലുള്ള ഇവിടെ അമ്മയും കുട്ടിയാണ്. ഇപ്പൊ രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്യണം മൊബൈലിൽ നിന്ന് അല്ലേ? कुछ डिजाइन हो सकते क्या? नहीं है तो चेंज करना पड़ेगा। नहीं मैं वो नहीं देख रही हूँ। हमने जो मेहंदी से नाप लेते हैं ना, तो हमारा जो बीच का सेंटर है वो होता है। आप ऐसे देखेंगे तो आपको तिरछा लग रहा है, लेकिन आप इसे ऐसे फोटो खिंचाएंगे तो आपको ये सीधा। अरे फिर इधर क्या आएगा? इधर थोड़ा और कुछ डिजाइन करना। अरे कुछ डिजाइन करके फिर कर दो। मेहंदी का सेंटर ऐसे होता है। ओके, ठीक है। അപ്പൊ ഗ്യാപ്പ് ഫില്ല് ചെയ്യാണല്ലേ? അതിന്റെ ഷേപ്പ് മാറിപ്പോയി അല്ലേ? സെന്റർ കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അപ്പൊ ഫോട്ടോയിൽ രസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റി തരാണ്. ഞാൻ പറഞ്ഞു അവിടെ വേറെ കുറച്ച് ഡിസൈൻ വെച്ചിട്ട് ഫില്ല് ചെയ്യാൻ. അപ്പൊ അതാണ് ഇപ്പൊ ചെയ്യാൻ പോണത്, വേറെ ഡിസൈൻ വെച്ചിട്ട്. ഇത് ടീക്ക് ഒരു സിമ്പിൾ ഡിസൈൻ വെച്ച് നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ് ആ ഗ്യാപ്പ്. പിന്നെന്താണ്, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ഡിസൈൻ മാറ്റും. ഷീസ് വെരി കോപ്പറേറ്റീവ്. പറഞ്ഞതൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. നമ്മള് വീട് കെട്ടുമ്പോ പൊളിച്ചു കെട്ടുന്ന പോലെ അല്ലേ? റൂം കെട്ടിട്ട് ഇവിടെ ജനൽ വെച്ചു, ഇവിടെ ജനൽ വേണ്ടത് ശരിയാവില്ല, ഇവിടെ വാതിൽ വേണ്ട, അപ്പൊ അതൊക്കെ നമ്മൾ മാറ്റുന്ന പോലെ ഇവിടെ രണ്ടുപേരും കൂടി ഇവിടെ വന്നിട്ട് കുറച്ചു നേരമല്ലേ? വൈകുന്നേരം 6:45 വന്നു. ഇപ്പൊ സമയം 10 മണി. ഇറ്റ്സ് 10 now. 4 മണിക്കൂർ ഇവിടെ മിണ്ടാണ്ട് മായ്ച്ച് ചെയ്യും പറഞ്ഞിട്ട് മായ്ച്ച് ചെയ്തു. പോലെ അവളെ സൈഡിൽ നിന്ന് കുറെ തെറ്റിച്ച് അവള് മായ്ച്ച് ചെയ്തു. ഞാൻ പറഞ്ഞ മാറ്റി ചെയ്യുന്നല്ല, ഞാനൊന്ന് കൊടുക്കും. പക്ഷെ അത് അവള് തന്നെ ഫോട്ടോ എടുക്കും. ഫോട്ടോയിൽ നോക്കുമ്പോൾ പറയും ഇത് ശരിയായിട്ടില്ല, ഇത് വലുത് അവൾക്ക് ഇഷ്ടപ്പെടില്ല. അവളെ തന്നെ പറയുന്നത് ശരിയായിട്ടില്ല, മാറ്റാം. അങ്ങനെ മാറ്റി അങ്ങനെയാണ്. ഞാൻ മാറ്റം പറഞ്ഞിട്ടില്ല. സംഭവം എന്താ പറയാ, വിശന്ന് തുടങ്ങി, എല്ലാവർക്കും വിശപ്പായി തുടങ്ങി. ഞാൻ ഇവളോട് എന്താ പറയാ, ആദ്യം പറഞ്ഞ ഫേഷ്യൽ ചെയ്യാൻ. അവള് പറഞ്ഞു ഞാൻ ആദ്യം ഫേഷ്യൽ ചെയ്യാം. അവളെ ഫേഷ്യൽ എത്ര മണിക്കൂർ എടുത്തുന്നല്ലേ? അമ്മ പുറകില്ല അമ്മ, ഫ്രണ്ടിലും വേണം പുറകിലും വേണം. 1.5 മണിക്കൂർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്ന് പറഞ്ഞു. നമ്മൾ വിളിച്ചില്ല ഫേഷ്യൽ ചെയ്യാൻ. ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഫേസില്. ഇനിയിപ്പൊ ഇന്ന് ഞാൻ ഫുൾ ടൈം കിടപ്പിലായിരുന്നു. അതാണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അല്ലേ, ഒന്നിനും വയ്യായിരുന്നു സംസാരിക്കാൻ. ഒന്നിനും. കലാശക്കൊട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഏകദേശം തീർന്നു പരിപാടി. ഇനിയിപ്പോ ഈ ഒരു ഹാൻഡ് ഉണ്ട്, ഇതിൽ ഞാൻ വേറൊരു ഡിസൈൻ കൊടുക്കും. അതാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. ഇത്തിരി പ്രത്യേകത എന്താണെന്നറിയോ, ഇവിടെ മാത്രമല്ല ഡൽഹി ആണെങ്കിലും അല്ലേ, എവിടെയാണെങ്കിലും നമ്മൾ പോയ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ചില ഇവിടെ
പാർലറിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലമാണ് അല്ലേ? ഒരു അര കിലോമീറ്റർ കിലോമീറ്ററിൽ ഇവിടെ പാർലേഴ്സ് ഉണ്ടാവും, നിറയെ ഉണ്ടാവും. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല ആ ഒരു കാര്യത്തിൽ. കാരണം ഇവിടെ അത്രയും ആൾക്കാർ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഫംഗ്ഷന്. പിന്നെ അതുപോലെ മെഹന്തി ഇടാൻ നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കിട്ടും, നിറയെ കിട്ടും. അല്ല നമുക്ക് മോളിൽ തന്നെ പോകണം അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം അങ്ങനെയൊന്നുമില്ല, നിറയെ ഉണ്ട് ഇവിടെ. അതുപോലെ ഉള്ളതാണ് ഈ സ്യൂട്ടൊക്കെ തയ്ക്കുന്ന ഷോപ്സ്. കാരണം ഇവരുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സ്യൂട്ട് അല്ലെ? അത് ശരിയാണ്. കാരണം ഇവിടെ മാരേജ് ഫംഗ്ഷൻ പോകുമ്പോ എല്ലാവരും സ്യൂട്ട് ഇട്ടല്ലേ പോകും എല്ലാവരും. പിന്നെ പൊതുവെ നമുക്ക് അപ്പൊ അതിനിപ്പോ ഇന്ന ആൾക്കാർ അങ്ങനെ തോന്നില്ല, എല്ലാവരും സ്യൂട്ടിലായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഷോപ്സ് ഒരുപാടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതലുള്ള ലെഹങ്കേന്റെ ഷോപ്സ്. അതിനൊരു പഞ്ഞമില്ല എന്ന് വേണമെങ്കിൽ പറയാൻ അല്ലേ? പിന്നെ ഇവിടെ വേറെ നാള് ഇത് സിൽവർ ഇല്ലേ, സിൽവർ ഒക്കെ എന്താ പറയാ, അങ്ങനത്തെ ഉണ്ടാവൂലേ, വെള്ളി ആഭരണങ്ങൾ വിൽക്കുന്ന മെഹന്തി ഇതൊക്കെ ഉണ്ടാവില്ല, പൊലിസൊക്കെ ഉള്ള ഷോപ്സുകളില്ല, അതും നിറയെ ഉണ്ടാവും. കാരണം ഇതൊക്കെ ഇവർക്ക് വേണം. അതുപോലെ വളക്കടകള്, എല്ലാവരും പൊലിസ് ഇടാണ്ടിരിക്കൂല, കല്യാണം കഴിഞ്ഞാൽ പൊലിസ് ഇടണം എന്നാണ്. നീ 1000 രൂപ അല്ല 800 രൂപന്റെ ടീഷർട്ട് ഇതിനായിട്ട് കളയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നുണ്ടോ? അതിനോട് ഒരു അബദ്ധം പറ്റിയത്. എന്നോട് പറഞ്ഞ ഏതെങ്കിലും പഴയ തുണി വേണം തുടയ്ക്കാന്ന്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ദിനാണ് ഇടാത്തൊരു ടീഷർട്ട് കണ്ടു. ദിനാണ് ഇവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ ഞാനത് എടുത്തു കൊടുത്തു. പിന്നെയാണ് എന്നോട് വന്നിട്ട് പറഞ്ഞത് 800 രൂപ ടീഷർട്ടാണ്, എന്റെ പുതിയതാണെന്നൊക്കെ. ഒന്നും ചെയ്യാനില്ല, സന്തോഷിക്കല്ലേ, ഒന്നും ചെയ്യാൻ പറ്റൂല. എന്തായാലും കയ്യിലെ ഡിസൈനൊക്കെ ഏകദേശം കോളായി. അത് എന്റെ ടീഷർട്ട് അതിന്റെ ഇവിടെ കളയാന്ന് വിചാരിച്ചു. कितना बच्चे हैं? 2 बच्चे हैं क्या आपको? 2 बच्चे हैं क्या? 2 बेटी है क्या? प्रेगनेंसी के पहले पतला था? हाँ। अभी मोटा बन के इसके बाद? मोटा नहीं, आप फिट है. सीजर എന്നോട് ചോദിച്ചത് എന്താണ് തടിക്കാത്തത്. ആദ്യം വന്ന് ചോദിച്ചു പ്രഗ്നന്റ് ആയിട്ട് എങ്ങനെയാണ് ഇത്ര പത്തല ഹേ. അവര് ഭയങ്കര തടി ഉണ്ടായിരുന്നു. ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ആഗ്രഹം എന്താന്ന് എനിക്ക് അറിയില്ല. എനിക്കിത് മതി ഇല്ലമ്മേ. എന്താന്ന് പറയുക, ഒരുപാട് ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ചോറ് കഴിക്കാൻ പറ്റില്ല, ആഗ്രഹമുള്ള പായസം കുടിക്കണമെന്നുണ്ട്, വാരി കോരി കുടിക്കണമെന്നുണ്ട്, പറ്റില്ല. നെയ്ച്ചോറ് കഴിക്കാൻ അമ്മയോട് അമ്മ എനിക്ക് 10-15 നെയ്ച്ചോറിന് അരി കിട്ടില്ല എന്ന് പറയരുത്, ആ കൈമ കിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അത് വേറെ അരികളുണ്ട്, ഇഷ്ടംപോലെ അരികൾ. ബിരിയാണി കഴിക്കുന്ന ആഗ്രഹമുണ്ട്, പറ്റൂല. കൈമാരി അങ്ങനെ കുറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ അമ്മേനോടും കൂടെ പറഞ്ഞതാണ് കൈയിന്റെ ബാക്ക് സൈഡ് അല്ലെങ്കിൽ ഫ്രണ്ട് എവിടെയെങ്കിലും ചെറിയൊരു ഫ്ലവർ കിട്ടും അല്ലെ. അമ്മയാണെങ്കിൽ മസിൽ പിടിച്ചിരിക്കും, അമ്മേന്റെ കയ്യിലൊന്നും വേണ്ടെന്ന് പറയാം. അമ്മക്ക് മൈലാഞ്ചി ഇടാൻ ഇഷ്ടമല്ല എന്നാ പറയണത്. എനിക്കിത് രാവിലെ കഴിയണ്ടായിരുന്നു അല്ലേ, പക്ഷെ എനിക്ക് മിണ്ടാൻ വയ്യ. ഞാൻ എങ്ങനെ മിണ്ടാതിരിക്കും, അതെങ്ങനെയാ അങ്ങനെ ആയി പോണെന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. മൊത്തം വീക്ക്, എക്സോസ്റ്റഡ് ആയി പോവാ. പിന്നെ 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേ ഞാനൊന്ന് ശരിയായി, 6-6:30 ആയപ്പോ. നാളെ താമസം എന്താന്ന് എനിക്ക് പറയാൻ പറ്റൂല. 5 किलोमीटर है ना इधर से, 5-6 किलोमीटर है ना, 6 किलोमीटर है. അപ്പൊ ഇനി ഇപ്പൊ 11:30 കഴിഞ്ഞ് 12 മണിക്കാണ് ഇനി പോവാൻ നിക്കുന്നത് അവരെ വീട്ടിലേക്ക്. ഒരു കുഴപ്പമുണ്ടാവൂല, വേണമെങ്കിൽ നമുക്ക് നടക്കാം, ഒരു പ്രശ്നം ഉണ്ടാവൂല. ഒരു ഹസ്ബൻഡ് പിക്ക് ചെയ്യാൻ വരും, ബൈക്കിലാണ് വന്നത്. അപ്പൊ വളരെ സേഫ് ആണ്. നമ്മളന്ന് മോളിന്ന് വരാൻ തന്നെ നമ്മളന്ന് ഒരു ഓർമ്മയുണ്ടോ, 10-11 മണിയായിട്ട് നമ്മള് ട്രാവൽ ചെയ്യുമ്പോ എത്ര പേരാണ് അല്ലെ, ലേഡീസ് ഒക്കെ ഓരോരോ പണി എടുക്കുന്ന, ഇതാക്കുന്ന അവര് നടക്കുന്ന. കൂളായിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാം ഇവിടത്തെ കേട്ടോ. അതുപോലെ വല്ല എക്സിബിഷൻ മേളയൊക്കെ ഉണ്ടാകുമ്പോ തിക്കും തിരക്കുമായിരിക്കും, പക്ഷെ ഒരു പോലീസിനെ പോലും അവിടെ കാണില്ല. കാരണം ആവശ്യമില്ല അല്ലേ, പ്രോബ്ലംസ് അങ്ങനെയില്ല. ജെന്റ്സും ലേഡീസും ഒക്കെ, എനിക്ക് തോന്നുന്നു ജെന്റ്സിനെക്കാളും കൂടുതൽ ലേഡീസ് ഉണ്ടാവും അല്ലെ, കുട്ടികളുണ്ടാവും, അമ്മമാരുണ്ടാവും, മുത്തശ്ശിമാരുണ്ടാവും. സേഫ് ആയിട്ട് നമുക്ക് കൂളായിട്ട് നമുക്ക് നിൽക്കാം. ഫെസ്റ്റിവൽ ഇതൊക്കെ ആകുമ്പോ എപ്പോഴാണെങ്കിലും കൂളായിട്ട് നടക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം. ഇവര് 11:30 ഇനി 12 മണിയാവും പോകാൻ, പക്ഷെ അവര് വളരെ റിലാക്സ്ഡ് ആണ്, ഒരു കുഴപ്പമില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ വിശേഷങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പങ്കുവെക്കുന്നതായിരിക്കും. അങ്ങനെ മെഹന്തി ഒരു 10-11:30 ആയപ്പോഴത്തേക്കും നമ്മുടെ മെഹന്തി ഇടൽ ഏകദേശം കഴിഞ്ഞു. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ മെഹന്തി ഇടല് കഴിഞ്ഞു. ഇനി വളക്കാപ്പിന്റെ പുതിയ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വേഗം വരാം. അപ്പൊ എല്ലാവർക്കും ബൈ.